മഴ മാറുന്നു പക്ഷെ വരും. മഴ മാറുന്നു പക്ഷെ വരും. തമിഴ്നാടിൻ്റെ റീജിയണിലും ഗുജറാത്തിൻ്റെ റീജിയണിലും മൺസൂൺ പാത്തികൾ അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല, ന്യൂനമർദ്ദം എന്ന് പറഞ്ഞ റീജിയനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂനമർദ്ദ മേഖല ദുർബലമാവുകയാണ്. ന്യൂനമർദ്ദ മേഖല സജീവമാകുമ്പോഴാണ് മഴ സജീവമാകുന്നത്. മൺസൂൺ പാത്തിയൊക്കെ സജീവമാകണം. ഇപ്പോൾ സജീവമല്ല, കഴിഞ്ഞ 2 ദിവസമായി സജീവമല്ല. പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്ത് ആകാശത്താണ്, അന്തരീക്ഷത്തിലാണ്, അല്ല തമിഴ്നാട്ടിൽ തറയിലല്ല. മൺസൂൺ പാത്തി ദുർബലമായിട്ടുണ്ട്. മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. 5 ദിവസത്തേക്കാണ് അലർട്ട് പറയുന്നത്, മഴയുടെ പ്രവചനം പറയുന്നത്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ബ്രിട്ടീഷുകാരാണ് ഇത് കണ്ടുപിടിച്ചത്. ബ്രിട്ടനിലുണ്ടായ വെള്ളപ്പൊക്കത്തെയും മഴയെയും തുടർന്ന് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കിയവർ. അതാണ് ഗ്രീൻ അലർട്ടാണെങ്കിൽ അലർട്ടില്ല, കുഴപ്പമൊന്നുമില്ല. യെല്ലോ ആണെങ്കിൽ മഴയുണ്ടേ, സൂക്ഷിക്കണം. ഓറഞ്ച് ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് തയ്യാറെടുത്തോളൂ, പെട്ടി മടക്കി വെച്ചോളൂ, എല്ലാം എടുത്ത് കയ്യിൽ റെഡിയായിരുന്നോളൂ, ചാടാം, വണ്ടിയിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് ചാടാം, നിങ്ങൾ പാരച്യൂട്ട് കെട്ടണം എന്നാണ്. ഓറഞ്ച് വന്നാൽ. റെഡ് വന്നാൽ ചാടിക്കോ. ചിലപ്പോൾ റെഡ് വന്നാൽ ചാടാൻ സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകും. ഇതാണ് സംഭവം. നമ്മളിവിടെ ഈ റെഡ് വന്നാലേ നമ്മൾ ബഹളം ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഓറഞ്ചിലേ ബഹളം ഉണ്ടാക്കണം. 2 ദിവസം ഓറഞ്ച് വന്നാൽ പിന്നെ ഓറഞ്ചും വരാം, റെഡും വരാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 ദിവസം ഓറഞ്ച് അലർട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ, അലർട്ട് എന്ന് പറഞ്ഞാൽ മഴയാണ്, അതിനുള്ള മഴ വന്നാൽ പിന്നെ റെഡ് അലർട്ടിൻ്റെ മഴ വന്നാൽ നമുക്ക് ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ആൾറെഡി കുറേ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഭൂമിയിൽ. പിന്നെ വെള്ളവും കൂടെ വന്നാൽ ഇതിന് കടലിൻ്റെ വേലിയേറ്റത്തിൻ്റെ ഒരു പ്രശ്നവുമുണ്ട്. 2018-ലെ പ്രളയം എന്താണ് സംഭവിച്ചത്? മഴ വരുന്നു, കടൽ വേലിയേറ്റത്തിൽ നിൽക്കുകയാണ്. വേലി ഇറങ്ങിയാലേ വെള്ളം ഇറങ്ങിപ്പോളൂ. അപ്പം കടലും വെള്ളം എടുക്കുന്നില്ല, അങ്ങോട്ട് പോകാനും സമ്മതിക്കുന്നില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ നമ്മൾ ഡാമും കൂടെ തുറന്നപ്പോൾ എളുപ്പമായല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായി പറയുന്നു, വളരെ ലളിതമായി പറയുന്നു. നമുക്ക് മഴയെ ഇപ്പോൾ മൺസൂൺ പാത്തി അല്ലെങ്കിൽ ന്യൂനമർദ്ദ മേഖല സൈലൻ്റാണ്, കുറച്ച് വീക്കാണ്. പക്ഷേ ഇത് ഏത് നിമിഷവും, ഏത് സമയവും, ഏത് മണിക്കൂറിലും സജീവമാകാം. അതുകൊണ്ട് തന്നെ മഴ മാറി എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട. മഴ വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളവർ സങ്കടപ്പെടുകയും വേണ്ട. നമുക്കൊരു കുഷൻ ടൈം കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ മതി, ബോണസ് സമയം കിട്ടുമെന്ന് വിചാരിച്ചാൽ മതി. മഴ സജീവമാകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ കരുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നമുക്ക് പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എടുത്തു ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ മഴയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. മഴയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, മഴയുടെ ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇനിയിപ്പോൾ മഴ കുറഞ്ഞു, ആറന്മുളയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല, പമ്പയാറ്റിൽ വെള്ളം കൂടുന്നു, ഇന്നും വെള്ളം കയറുന്നു, തിരുവല്ലയിൽ വെള്ളം കയറി, റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങി. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. ആ മഴ ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഹങ്കരിക്കരുത്. മഴ വരും, കൃത്യമായി വരും. ഈ മഴമേഘങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. മൺസൂൺ പാത്തി വീണ്ടും സജീവമാകുന്നതിനനുസരിച്ച്, ന്യൂനമർദ്ദ മേഖല വീണ്ടും സജീവമാകുന്നതനുസരിച്ച് മഴ വന്നേ കഴിയൂ. കൂമ്പാര മേഘങ്ങളാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞു. എല്ലാവരും ആ വീഡിയോകൾ കൂടി കാണണം. വളരെ കൃത്യമായി മഴ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയും ഗുജറാത്തിൻ്റെയും ഒക്കെ, അത് ഈ കോസ്റ്റ്, നമ്മുടെ ഈ കോസ്റ്റ്, ഈ വെസ്റ്റേൺ ഘാട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ റീജിയൻ്റെ മുകളിൽ മഴമേഘങ്ങൾ സമ്പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. ഒഴിഞ്ഞാലും കാര്യമില്ല, അത് വീണ്ടും ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പരന്നു ഒഴുകിയിരുന്ന മഴ, പരന്നു വന്നിരുന്ന മേഘങ്ങൾ
കൂമ്പാരമായി വരുമ്പോൾ 5 കിലോമീറ്ററിൽ വന്നിരുന്ന 5 കിലോമീറ്ററിൽ മാത്രം മുകളിൽ നിന്ന് വന്നിരുന്ന മഴ 8ഉം 10ഉം കിലോമീറ്റർ മുകളിൽ നിന്ന് വരുമ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ താഴെ ഭാഗത്ത് നിന്ന് വന്നിരുന്ന മഴ ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും മോൾ ഭാഗത്ത് നിന്ന് വരുമ്പോൾ താഴെ ഭാഗത്തു നിന്നുള്ള മഴയും വരുന്നു, മോൾ ഭാഗത്തു നിന്നുള്ള മഴയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വളരെ വേഗത്തിൽ വാഹനം വന്നാൽ ആക്സിഡന്റ് കൂടുതലായിരിക്കും. ആ വണ്ടി ഇടിച്ചാൽ പെട്ടെന്ന് മരിക്കും എന്ന് പറഞ്ഞ വണ്ടിക്കും വലിയ തകരാറ് പറ്റും എന്ന് പറഞ്ഞതുപോലെ മഴയുടെ ശക്തി കൂടി, പീരീഡ് കുറഞ്ഞു. അതാണ് കാര്യം. ഒരിക്കൽ മഴ മാറിയാൽ അതിൻ്റെ പീരിയോഡിസിറ്റി കുറഞ്ഞു, ഇൻറ്റൻസീവ്നെസ് കൂടി, ഏരിയ കുറഞ്ഞു. അപ്പോൾ നമുക്ക് കൃത്യമായി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഴ മാറി എന്ന് സമാധാനിക്കേണ്ട. മഴ വരും. അന്തരീക്ഷം വളരെ കൃത്യമായി മഴയെ വരവേൽക്കാൻ കണക്കാക്കി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞകാല പ്രളയമുണ്ടായ സ്ഥലങ്ങൾ, മണ്ണിടിപ്പുണ്ടായ സ്ഥലങ്ങൾ, മണ്ണൊലിപ്പുണ്ടായ സ്ഥലങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ സ്ഥലങ്ങൾ, ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ എല്ലാം നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. വീട്ടിലേക്ക് പറമ്പിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ. നിങ്ങളുടെ മലകളുടെ താഴെ താമസിക്കുന്നവർ ദയവായി ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ മലയിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെയൊക്കെ കൃത്രിമമായി ഡാമുകൾ ഉണ്ടായിട്ടുണ്ടോ? മൂന്നാറിലെ 1924 മഴ കൊണ്ട് മൂന്നാർ ടൗൺ പോയത് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയത്ത്, അത് ജൂലൈ ആഗസ്റ്റിൽ പെയ്ത മഴയാണ് കൊണ്ടുപോയത്. പക്ഷെ ദിവസങ്ങൾക്ക് ജൂണിൽ പെയ്ത മഴയത്ത് കുറേ മരമൊക്കെ ഒടിഞ്ഞു വീണ് കൃത്രിമമായി ഉണ്ടായ ഒരു തടാകം പോലെ കിടന്നൊരു സ്ഥലത്ത് വീണ്ടും മഴ പെയ്ത് അത് വെള്ളം നിറഞ്ഞു കിടന്നു. ആ നിറഞ്ഞു കിടന്നിടത്ത് വീണ്ടും അധികം മഴ വന്നത് പൊട്ടിയാണ് അത്രയും വലിയ പ്രളയമുണ്ടായത്. അപ്പോൾ കാട്ടിനകത്തൊന്നും പോയി നിങ്ങൾ സർവേ ഒന്നും ചെയ്യണ്ട. പക്ഷേ നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള മലനിരകളും പ്രദേശങ്ങളുമൊക്കെ നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി പകലിതൊക്കെ ഒന്ന് മനസ്സിലാക്കി, മണ്ണിടിഞ്ഞ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ മനസ്സിലാക്കി ആവശ്യമായ പ്രിക്കോഷനുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക.